എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുന്നത് സൂരജിൻ്റെ അഡ്മിഷൻ്റെ കാര്യം ഇഷിതയുടെ ചേച്ചി ഇഷിതയോട് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് കടന്നു വരുന്നത്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നു, ചിപ്പിക്ക് ചേട്ടൻ ആദ്യമാണോ സ്കൂളിൽ വരുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. അപ്പം ഇഷിത പറയുന്ന ആദ്യം മാത്രമേ ഉള്ളൂ ചേട്ടൻ അതെ എന്ന് മഹേഷ് പറയുന്നു. മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം നീ ചോദിക്കണം, നീ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്? അപ്പോൾ നീ പറയണമെങ്കിൽ പറയാൻ പറഞ്ഞു. എന്തിന് ആദ്യം മാത്രം ഏട്ടൻ എന്ന് പറയണമെങ്കിൽ അവനെ എന്തുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത്? എന്നെപ്പോലും അറിയിക്കാതെ അവൻ്റെ ബർത്ത്ഡേക്ക് പോയി അപമാനിതനായി എന്തുകൊണ്ട് മടങ്ങി എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ ചോദ്യം കഴിഞ്ഞെന്ന് പറയുന്നു. അപ്പം മഹേഷ് ഭയങ്കര സങ്കടത്തോടു കൂടിയിരിക്കുന്നു. അപ്പം ഇഷിത പറയുന്നത്, ഹലോ എന്ത് പറ്റി? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല. ആദ്യം തന്നെയാണ് ചിപ്പിയുടെ ഏട്ടൻ, അവനെ കൊണ്ടുവരണം, ഞാൻ കൂടെയുണ്ടെന്നൊക്കെ ഇഷിത പറയുന്നു. അങ്ങനെ മഹേഷ് ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇഷിത പറയുന്നു, ഇന്നത്തെ വിഷയം അതല്ല, നമുക്ക് സൂരജിന് ചിപ്പിയുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, നാളെ ആ അഡ്മിഷൻ ഞാൻ ചെല്ലണമെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ ചിപ്പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നാളെയാണല്ലോ എന്ന് പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, എനിക്ക് സമയമില്ല, നീ എന്തായാലും പോകാൻ പറയുന്നു, എനിക്ക് നല്ല തിരക്കാന്ന് പറയുന്നു. നീ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു. എനിക്ക് നല്ല വിശപ്പ്, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇഷിത എഴുന്നേറ്റ് പോവുകയാണ്. ഇതേസമയം ഇഷിതയുടെ വീട്ടിൽ അമ്മ ദൈവത്തോട് ഇങ്ങനെ സങ്കടം പറയുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം, മോളെ കരയിച്ചതും പിന്നെ ബാലപൂജ മുടങ്ങിപ്പോയതും പിന്നീട് മഹേഷ് ചന്ദ്രൻ ദത്തെടുക്കൽ പൂജ നടത്തിയതും അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തൊഴുതിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അനുഗ്രഹ അവിടെ റെഡി ആകുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. സുജിയാണ് എഴുതിയിട്ടുമില്ല. എന്നിട്ട് അനുഗ്രഹ സുജിയോട് പറയുന്നത്, എനിക്ക് ക്ലാസ് ഉണ്ട്, പെട്ടെന്ന് പോകണം, നീ പെട്ടെന്ന് റെഡി ആകാനൊക്കെ പറയുന്നു. അതേസമയം പ്രിയാമണിയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചായ ഇടാനൊക്കെ പറയുന്നു. അങ്ങനെ അവരുടെ സ്നേഹ സംഭാഷണങ്ങളെല്ലാം കഴിയുന്നു. പിന്നീട് സ്വപ്നവല്ലിയെ പ്രിയാമണി ഈ അമ്പലത്തിൽ വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വപ്നവല്ലിയെ പുറത്ത് കാണുന്നു. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നു, നമ്മുടെ സന്തോഷം ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ തലേദിവസം നടന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. എനിക്ക് 4 മക്കളാണ്, എൻ്റെ 4ാമത്തെ മകൾ ഇഷിതയാണെന്ന് പറയുന്നു. പ്രിയാമണിയുടെ വളർത്തു ഗുണമാണെന്നൊക്കെ പറയുന്നു. ചിപ്പിയെ വന്നതുപോലെ ആദ്യം കൊണ്ടുവരുമെന്ന് ഇഷിത പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ എൻ്റെ സൗന്ദര്യത്തിൽ വരെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ സൗന്ദര്യ മത്സരത്തിന് വരുന്ന എൻ്റെ റാംബാക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ റാംബാക്കൊക്കെ പ്രിയാമണിയെ കാണിക്കുന്നു. എനിക്കൊരു അല്പം ഷുഗറുണ്ട്, അതിന് പാവയ്ക്ക ജ്യൂസ് കുടിക്കണമെന്നാണ് ഓർഡർ, അതും ചിപ്പിയാണ് ഏൽപ്പിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സുജിയെ അനുഗ്രഹയും കാണിക്കുകയാണ്. അനുഗ്രഹ സുജിയോട് പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, വിനോദിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് അവനോട് ഒരു ഇഷ്ടമുണ്ട്, ഒരു നല്ലൊരു, പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് വിനോദിനെ മറക്കാനോ വിനോദിനെ കാണാതിരിക്കാനോ വിനോദിനോട് സംസാരിക്കാതിരിക്കാനോ പറ്റുന്നില്ല, അതെന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, വിനോദിനെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്ന്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഐ ലവ് ഹിം എന്ന് പറയുന്നു. അങ്ങനെ സുജി കട്ടിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. പുറകെ സുജി എഴുന്നേൽക്കുന്നു. ഇന്ന് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് സുജി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് അവനെ വിളിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ വിനോദിനെ വിളിക്കുന്നു. വിനോദിനെ വിളിക്കുമ്പോൾ വിനോദ് പറയുന്നു, എനിക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ വിനോദ് പറയുന്നു, കാണാമല്ലോ, എങ്കിൽ ലവേഴ്സ് പ്രാഗിൽ കാണണം എന്ന് പറയുന്നു. അങ്ങനെ കാണാമെന്ന് പറയുന്നു. അങ്ങനെ മോളെ സുജിക്കുട്ടി, അങ്ങനെ ഞാൻ വിനോദിനെ സ്വന്തമാക്കാൻ പോവുകയാണെന്നൊക്കെ, ഇന്ന് ഞാൻ എന്തായാലും പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് സുജി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് സ്വപ്നവല്ലി പാവയ്ക്ക ജ്യൂസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതപ്പോൾ ചിപ്പി അങ്ങോട്ട് വരുന്നത്, എന്താ നോക്കിയിരിക്കുന്നത്, പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ പറയുന്നു, വണ്ണം കുറയ്ക്കണ്ടേ, ഡയബറ്റീസ് കുറയ്ക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ഈ അച്ചമ്മയ്ക്ക് ഒരു അനുസരണയും ഇല്ല, കുടിക്കാൻ പറയുന്നു. അപ്പം സ്വപ്നവല്ലി ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ചമ്മയെ കൊണ്ട് കുടിപ്പിക്കണമെന്ന്, അതുകൊണ്ട് കുടിക്കാൻ പറയുന്നു. അങ്ങനെ മോഹനവല്ലി പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നു. വെരി ഗുഡ് എന്നൊക്കെ പറയുന്നു. അച്ചമ്മ അപ്പോഴാണ് മഞ്ജിമ അങ്ങോട്ട് കടന്നു വരുന്നത്. അച്ഛമ്മ ഇതേ അപ്പ വരുന്നെന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷത്തോടുകൂടി സ്വപ്നവല്ലി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ കൈലാസ് എവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു. കൈലാസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കൈലാസ് ഒരു പെട്ടിയും തൂക്കി വരികയാണ്. നിനക്ക് എന്ത് പറ്റി കൈലാസേ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നുമില്ല അമ്മേ എന്നൊക്കെ പറയുന്നു. ഇനി കുറച്ച് മഞ്ജിമയെ നല്ലൊരു ജീവിതം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ചിപ്പി അപ്പം മിണ്ടാതിരിക്കുന്നു. അപ്പം മോളെ എന്താ മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ചിപ്പി പറയുന്നത്, അന്ന് എന്നോട് മിണ്ടിയില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക്
അങ്ങോട്ടേക്ക് വരുന്നു. ഇതാര് കൈലാസേട്ടനോ എന്ന് ചോദിക്കുന്നു. മഞ്ജുമൻ ചേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു ഇഷിത ഈ സാരിയിൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ താങ്ക് യു പറയുന്നു. ഇനി ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ ചോദിക്കുന്നു. കുറച്ച് ദിവസം കാണാം, അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് കഴിയട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ കുശലനാശു പറഞ്ഞതിന് ശേഷം ചിപ്പിയും കൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു പോവുകയാണ്. പിന്നീട് സുജി എഴുന്നേറ്റിട്ടില്ല. പ്രിയാമണി അനുഗ്രഹയോട് ചോദിക്കുന്നു, സുജി എണീറ്റില്ലേ മോളെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രിയാമണി അനുഗ്രഹ പറയുന്നു, ഇല്ല അമ്മേ, എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നു. മോൾ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അവൾ റെഡി ആകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നു, ഞാൻ 2 ദിവസം ഇവിടെ ലീവായിരിക്കും എന്ന് പറയുന്നു, എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, ലീവൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അത് പറയാൻ പറ്റില്ല, എനിക്ക് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുന്നത്. അമ്മ വരുന്നുണ്ട്, അതുകൊണ്ട് 2 ദിവസം അമ്മയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ പ്രിയാമണി പറയുന്ന, അമ്മയും ഇങ്ങോട്ട് കൂട്ടിയാൽ പോരെ. ഇല്ല അമ്മ എന്തോ മീറ്റിങ്ങിന് വരുന്നതാണ്, അപ്പോൾ ഗസ്റ്റ് ഹൗസിലായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി കടന്നു വരുന്നു. അങ്ങനെ ചിപ്പി ഇഷിതയും വരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അനുഗ്രഹം പറയുന്നത്, ഇനി ഞാൻ പോട്ടെ, നിങ്ങൾക്ക് ആൾക്കാരൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് പ്രോഗ്രസ് മീറ്റിംഗ് ആണല്ലേ എന്ന് ചോദിക്കുന്നു. അമ്മയെ വഴക്ക് പറയിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ വഴക്ക് പറയത്തില്ല അമ്മ, ഇനി ആരും വഴക്ക് പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, സുജി എവിടെയെന്ന് ചോദിക്കുന്നു. സുജി അകത്തുണ്ടെന്ന് പറയുന്നു. അങ്ങനെ സുജിയുടെ അടുത്തേക്ക് ഇഷിത പോവുകയാണ്. അപ്പം ഇഷിത ചെല്ലുമ്പോൾ സുജി സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഈ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നു. അനുഗ്രഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സുജി ഇഷിതയോട് പറയുന്നു. അവൾ വിനോദിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു, ഇനി എനിക്ക് ഒന്നും കൂടെ താങ്ങാൻ വയ്യ, ഞാൻ മരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്ന കൈലാസും മഞ്ജുവയും ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ കൈലാസം ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നത്, എന്താ മോനെ നിനക്ക് പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാൻ പറയുന്നു. അപ്പോൾ കൈലാസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മഞ്ജിമ പറയുന്നത്, എല്ലാം സമ്പാദ്യവും പോയി അമ്മയെന്ന് പറയുന്നു. അപ്പം സ്വപ്നവല്ലി ചോദിക്കുന്നത്, എന്താ മോനെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈലാസ് പറയുന്നു, ഇങ്ങനെ മഹാരാഷ്ട്രയിലുള്ളൊരു കമ്പനിയിൽ എൻ്റെ ഇതെല്ലാം ഷെയർ ചെയ്തിരുന്നു, 40 ലക്ഷം രൂപ കടമായി, എല്ലാം നശിച്ചു എന്ന് പറയുന്നു. മിക്കവാറും പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും, ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പം സ്വപ്നവല്ലി പറയും, നിങ്ങൾ ഓരോന്നും ആലോചിക്കാതെ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയെന്ന് പറയുന്നു. അപ്പം മഞ്ജിമ പറയുന്നത്, അമ്മ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നത്, മഹേഷിനോട് ചോദിച്ചു നോക്കട്ടെ, പക്ഷേ മഹേഷിൻ്റെ കയ്യിലൊന്നും കാണില്ല, നിൻ്റെ കല്യാണത്തിന് തന്നെ അവൻ കടമെടുത്ത് ഇപ്പോഴാണ് തീർക്കുന്നതൊക്കെ പറയുന്നു. അങ്ങനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ സ്വപ്നവല്ലി സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇഷിത ചിപ്പിയുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് വരികയാണ്. ഇഷിതയെ നന്നായിട്ട് വഴക്ക് പറയുകയാണ്, എൻ്റെ അമ്മേനെ തൊട്ട് പോകരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹേഷിനോട് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അങ്ങനെ രണ്ടുപേരുമുള്ള തർക്കങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.